നമസ്കാരം. സ്തുതിപാഠകർ പാർട്ടിയെ ശവപ്പെട്ടിയിലാക്കി. തീയിൽ കുരുത്തവന് നിയമം ബാധകമല്ലേ? പിണറായി വിജയൻ തീയിൽ കുരുത്ത നേതാവാണ്. ഇ ഡി റെയ്ഡ് കൊണ്ടൊന്നും അദ്ദേഹത്തെ ഇല്ലാതാക്കാമെന്ന വ്യാമോഹം കോൺഗ്രസിനും ബി ജെ പിക്കും വേണ്ട. ഉമ്മാക്കി കാട്ടി ഭയപ്പെടുത്താമെന്ന് ആരും കരുതേണ്ട. ഇത് എൻ്റെ വാക്കുകളല്ല കേട്ടോ, തെറ്റിദ്ധരിക്കരുത്. ഞാൻ പറയുന്നുവല്ല, ഞാൻ ഇങ്ങനെ പറയുകയുമില്ല. ഇത് ഡോക്ടർ ജോൺ ബ്രിട്ടാസ് എം പിയുടെ വാക്കുകളാണ്. ഹോ, എത്ര ഘനഗംഭീരമായ ശബ്ദം! തോറ്റിട്ടും അറിയുന്നില്ല എന്തുകൊണ്ടാണ് തോറ്റതെന്ന്. എന്നിട്ടും പറയുകയാണ്, പിണറായി വിജയൻ എന്ന നേതാവിനെ തൊട്ടാൽ എന്തും സംഭവിക്കും. സ്തുതിപാഠകരെല്ലാം കൂടി CPM എന്ന് പറയപ്പെടുന്ന പാർട്ടിയെ ശവപ്പെട്ടിയിലാക്കിയിട്ടും മതിയായിട്ടില്ല. തീയിൽ കുരുത്തവന് നിയമം ബാധകമല്ലാത്ത രീതിയിൽ പ്രസംഗിക്കുന്ന പുതിയ ക്യാപ്സ്യൂളുകളുമായി എത്തിയിരിക്കുന്ന CPM-ന്റെ വലിയ നേതാക്കൾ കഷ്ടം എന്നേ പറയാനുള്ളൂ. മുഖ്യമന്ത്രി പിണറായി വിജയനെ ലക്ഷ്യമിട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടത്തുന്ന റെയ്ഡുകൾ BJP-യും കോൺഗ്രസും സംയുക്തമായി തയ്യാറാക്കിയ തിരക്കഥയുടെ ഭാഗമാണെന്ന് ജോൺ ബ്രിട്ടാസ് എം പിയുടെ ആരോപണം. ഇന്നത്തെ ദിവസം രാവിലെ 6 മണിക്ക് ആരംഭിച്ച റെയ്ഡുകൾ മാധ്യമങ്ങളെയൊക്കെ മുൻകൂട്ടി അറിയിച്ചാണ് നടത്തിയത് എന്നും ഇത് രാഷ്ട്രീയ ഗൂഢാലോചനയുടെ പരിണിത ഫലമാണെന്നൊക്കെ വച്ചു കാച്ചുന്നുണ്ട് ജോൺ ബ്രിട്ടാസ്. ED വേട്ട തുടങ്ങിക്കഴിഞ്ഞു, പിണറായി വിജയന്റെ വീട്ടിൽ EDയുടെ റെയ്ഡ് എന്നൊക്കെ പറഞ്ഞ വലിയ തലക്കെട്ട് വാചകങ്ങളൊക്കെ ഈ പുതിയ കാലഘട്ടത്തിന്റെ സന്തതികളായി തീർന്ന മാധ്യമങ്ങൾ സൃഷ്ടിച്ചെടുക്കുന്നുമുണ്ട്. അതായത് ഈ അന്തംകമ്മികളായി നിൽക്കുന്ന ചിലരൊക്കെ ഇപ്പോഴും പിണറായി വിജയന്റെ സഹയാത്രികരാണ് എന്ന് ഓർമ്മപ്പെടുത്തുന്ന തരത്തിലുള്ള ചില മാധ്യമങ്ങൾ ഇപ്പോഴും ഉണ്ടല്ലോ. ആ മാധ്യമ പ്രവർത്തകർ തന്നെ നൽകുന്ന വാർത്തകളാണ് ഇത്തരത്തിൽ ബ്രേക്കിംഗ് ആയി മാറുന്നത്. അപ്പോൾ ഈ നടപടി യാതൊരു അത്ഭുതവുമില്ലെന്ന് വ്യക്തമാക്കിയ ബ്രിട്ടാസ്, മുഖ്യമന്ത്രിയായിട്ടുള്ള VD സതീശൻ പ്രധാനമന്ത്രിയെയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും ഒക്കെ സന്ദർശിച്ചതിന് തൊട്ടു പിന്നാലെയാണ് ഈ നീക്കങ്ങൾ ഉണ്ടായതെന്ന് ശ്രദ്ധേയമാണെന്നാണ് ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. പിണറായി വിജയനെ ജയിലിലടയ്ക്കണമെന്ന് നിരന്തരം ആവശ്യപ്പെടുന്നത് കോൺഗ്രസ് ആണ് എന്നും ഇടതുപക്ഷത്തെ തകർക്കാൻ BJP-യും കോൺഗ്രസും ഒത്തുകളിക്കുകയാണ് എന്നൊക്കെ ജോൺ ബ്രിട്ടാസ് വല്ലാതെ കുറ്റപ്പെടുത്തുന്നുണ്ട്. എല്ലാം അറിയുന്നവനാണ് താനെന്ന ഭാവം പണ്ടേ ഉണ്ട് ഈ ജോൺ ബ്രിട്ടാസ് എന്ന് പറയപ്പെടുന്ന മാധ്യമ പ്രവർത്തകനായ കാലത്ത്. പക്ഷെ ഇപ്പോ ഒരു CPM സഹയാത്രികനും ഒപ്പം തന്നെ ആ CPM-ന്റെ MP-യും ഒക്കെ ആയി തീർന്നതോടുകൂടി അദ്ദേഹം പക്ക അന്തംകമ്മിയായി തീർന്നു. എന്തായാലും ഇതേ വാചകങ്ങൾ തന്നെയാണ് ബിനീഷ് കോടിയേരി എന്ന് പറയപ്പെടുന്ന കമ്മ്യൂണിസ്റ്റുകാരനും മുന്നോട്ട് വച്ചിരിക്കുന്നത്. കാരണം സതീശൻ ഡൽഹിയിലെത്തുന്നു, പ്രധാനമന്ത്രിയെ കാണുന്നു, അതിൻ്റെ അടുത്ത ദിവസം പിണറായി വിജയന്റെയും മകളുടെയും ഒക്കെ വീടുകളിൽ റെയ്ഡ് നടക്കുന്നു. കഷ്ടമാണ്. ഈ പറയുന്ന ഇത്തരത്തിൽ നടക്കുന്ന സംവിധാനങ്ങളെ കണ്ടിട്ട് അല്ലെങ്കിൽ റെയ്ഡ് നടക്കുമ്പോൾ അതിനു പിന്നിൽ VD സതീശനാണ് എന്നും കോൺഗ്രസ് ആണ് എന്നും അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഗവൺമെന്റ് ആണ് എന്നും വരുത്തി തീർക്കാൻ നടത്തുന്ന ഈ ശ്രമമുണ്ടല്ലോ, ബാലിശം എന്നേ പറയാനുള്ളൂ കേട്ടോ. CPM-കാരാ, കഷ്ടമാണ് നിങ്ങളുടെയൊക്കെ കാര്യം. തകർന്ന് തരിപ്പണമായി എണീക്കാൻ നട്ടലില്ലാതെ കിടക്കുന്ന ഒരു പാർട്ടിയെ എങ്ങനെയെങ്കിലും ഒന്ന് പുനരുജ്ജീവിപ്പിക്കാൻ ഈ പിണറായി വിജയനൊന്നും അല്ലാതെ ആരെങ്കിലും ഉണ്ടോ എന്ന് ഈ ചില കമ്മ്യൂണിസ്റ്റുകാർ, കാരണം രക്തത്തിൽ ഇന്നും സോഷ്യലിസവും മതേതരത്വവും ഒപ്പം തന്നെ കമ്മ്യൂണിസവും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന ചില കമ്മ്യൂണിസ്റ്റുകാർ ഉണ്ടാകും. അവർ അറിയാതെ കരയുന്നുണ്ടാകും ഈ പാർട്ടിയെ രക്ഷപ്പെടുത്താൻ ആരെങ്കിലും ഉണ്ടോ എന്ന്. പക്ഷെ അപ്പോഴും നിങ്ങളെപ്പോലുള്ള അന്തംകമ്മികൾ ഇങ്ങനെ ക്യാപ്സൂളുകൾ വിതരണം ചെയ്യുകയാണ്, പിണറായിക്ക് സുരക്ഷിത കവചമൊരുക്കുകയാണ്. പിണറായിയും മകളും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ജയിലിലേക്ക് പോകട്ടെ, എന്തിനാണ് ഇങ്ങനെ കവചമൊരുക്കി അവരെ കാത്തുരക്ഷിക്കാൻ ശ്രമിക്കുന്നത്? നിർത്തുക ഇത്തരത്തിലുള്ള സ്തുതി പാഠകത്വം, നിർത്തുക ഇത്തരത്തിൽ ഒരു വ്യക്തിപൂജകൾ. ഇതൊക്കെയാണ് കമ്മ്യൂണിസ്റ്റിന് ആവശ്യം. പിണറായി വിജയൻ തീയിൽ കുരുത്ത നേതാവാണ്. ഇത്തരം ഉമ്മാക്കി കാട്ടി അദ്ദേഹത്തെ ഭയപ്പെടുത്താമെന്ന് ആരും കരുതണ്ട. അടിയന്തരാവസ്ഥ കാലത്ത് കോൺഗ്രസ് പോലീസിന്റെ ക്രൂരമായിട്ടുള്ള മർദ്ദനത്തെ അതിജീവിച്ചും പിന്നീട് ലാവ്ലിൻ കേസ് പോലുള്ള കള്ളക്കഥകളെ കോടതിയിൽ പരാജയപ്പെടുത്തിയും കരുത്താർജിച്ച നേതാവാണ് പിണറായി വിജയൻ എന്ന് ബ്രിട്ടാസ് ഓർമ്മപ്പെടുത്തുന്നു. എൻ്റെ പൊന്നു ബ്രിട്ടാസേ, ഇതൊക്കെ കാലങ്ങളായി ജനം കേൾക്കുന്നതാണ്. ഇന്നത്തെ ന്യൂജൻ പിള്ളേർക്ക് ഇതൊന്നും കേട്ടാൽ ദഹിക്കില്ല. നിങ്ങൾ ഈ അടിയന്തരാവസ്ഥ കാലത്തെ കോൺഗ്രസ് പോലീസിന്റെ ക്രൂരമർദ്ദനവും പിന്നെ ഈ തീയിൽ കുരുത്ത സംഭവം അത് പിള്ളേർക്കൊന്ന് മനസ്സിലാവുകയുമില്ല. തീയിൽ കുരുക്കുന്ന നേതാവാണ് പിണറായി എന്നൊക്കെ പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ പോലും തയ്യാറല്ല അവരെന്നുള്ള കാര്യം നിങ്ങൾ മറന്നു പോകരുത്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള പഴയകാല ഉമ്മാക്കികളൊക്കെ
നിങ്ങൾ തന്നെ അതിനെ 8ആയിട്ട് മടക്കി പോക്കറ്റിൽ വെച്ചാൽ മതി എന്ന് മാത്രമേ പറയാനുള്ളൂ. പിന്നെയും പറയുന്നുണ്ട്, രാഹുൽ ഗാന്ധി കേരളത്തിൽ വന്ന് മുഖ്യമന്ത്രിയെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല എന്ന് ചോദിച്ചത് തരംതാണ രാഷ്ട്രീയമാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പല മണ്ഡലങ്ങളിലും BJPയും കോൺഗ്രസും തമ്മിൽ വോട്ട് കച്ചവടം നടത്തി. അതിന്റെ തുടർച്ചയാണ് ഇപ്പോൾ നടക്കുന്ന ഈ രാഷ്ട്രീയ നാടകങ്ങളെന്ന് ആരോപിക്കാൻ ബ്രിട്ടാസ് നടത്തുന്ന ശ്രമം ഒന്നുകൂടി ഒന്ന് ആലോചിച്ചിട്ട് പോരെ. കാരണം ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ ഈ കമ്മ്യൂണിസം തകരരുത്, ഇടതുപക്ഷം തളർന്നു പോകരുത് എന്ന് ആഗ്രഹിക്കുന്ന ഒരു വലിയ വിഭാഗമുണ്ട്. അവരെ കൂടി നിങ്ങൾ ഇതിനകത്ത് നിന്ന് അകറ്റും. അതിനാണ് നിങ്ങളുടെ ഇത്തരത്തിലുള്ള ക്യാപ്സ്യൂൾ പരുവത്തിലെ രീതികൾ. ഒരു സർക്കാർ അധികാരം ഏറ്റെടുത്ത് ഒരു ദിവസം കഴിയുന്നതിന് മുൻപ് തന്നെ നിങ്ങളുടെ കുട്ടിപ്പട്ടാളങ്ങൾ ഇറങ്ങി നിരങ്ങി ഈ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം. SFIയും DYFIയും ഒക്കെ എന്ത് വൃത്തികേടാണ് കാണിക്കുന്നത്. ഇതിവിടുത്തെ സാധാരണക്കാരന് മനസ്സിലാകാത്തതാണോ? എല്ലാ വിഷയങ്ങളിലും നിങ്ങൾ സ്വീകരിച്ച നിലപാടുകൾ എന്തുകൊണ്ട് 10 വർഷം നിങ്ങൾ കാണിച്ചില്ല? ഇപ്പോൾ വളരെ പെട്ടെന്ന് മറ്റൊരു സർക്കാർ അധികാരം ഏറ്റെടുത്ത് 24 മണിക്കൂർ കഴിയും മുമ്പ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഇങ്ങനെ അരാജകത്വം സൃഷ്ടിക്കാൻ കാണിക്കുന്ന നിങ്ങളുടെ മനസ്സുണ്ടല്ലോ, ഇതിനെപ്പോലെ വൃത്തികെട്ട മറ്റൊരു മനസ്സ് ഒരാൾക്കും ഉണ്ടാകില്ല. ഇത് തിരിച്ചറിയുവാനുള്ള കേൾപ്പ് ഇവിടുത്തെ സാമൂഹ്യ പ്രവർത്തകരടക്കമുള്ള ജനങ്ങൾക്കുണ്ട്, ഇവിടുത്തെ സാധാരണക്കാർക്കുണ്ട്. അവരതുകൊണ്ടാണ് നിങ്ങളെ വീട്ടിലിരുത്തിയത് എന്നെങ്കിലും ഇനിയെങ്കിലും തിരിച്ചറിയുക. അതുകൊണ്ട് ഇത്തരത്തിലുള്ള കുത്തിത്തിരിപ്പ് രാഷ്ട്രീയവും കുൽസിത പ്രവർത്തികളും ഈ പറയുന്ന ക്യാപ്സ്യൂൾ പരുവത്തിലെ നിങ്ങളുടെ ന്യായീകരണമൊക്കെ നിർത്തലാക്കൂ. ഇതൊക്കെ ജനത്തിന് തിരിച്ചറിഞ്ഞു തുടങ്ങി. കോൺഗ്രസിനെ കുറ്റപ്പെടുത്തുക, BJPയെ കുറ്റപ്പെടുത്തുക, സ്വയം എന്താണ് ചെയ്തത് എന്ന് തിരിച്ചറിയൂ. എന്നിട്ട് ആ തെറ്റ് തിരുത്താൻ ശ്രമിക്കൂ. അവിടെയാണ് നിങ്ങൾ ഈ തെറ്റുകൾ തിരുത്താതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ രാഷ്ട്രീയ നാടകം നിങ്ങളാണ് അവസാനിപ്പിക്കേണ്ടത് എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരം ഭീഷണികൾ കൊണ്ട് ഇടതുപക്ഷത്തെയോ അതിന്റെ നേതാക്കളെയോ ഇല്ലാതാക്കാൻ കഴിയില്ലെന്ന് മാത്രമല്ല, ജനങ്ങൾ ഇതൊക്കെ തിരിച്ചറിയുമെന്നൊക്കെ ബ്രിട്ടാസ് പറയുമ്പോൾ ബ്രിട്ടാസ് മനസ്സിലാക്കേണ്ട ഒറ്റ കാര്യമുള്ളൂ, ജനങ്ങൾ ഇതൊക്കെ തിരിച്ചറിഞ്ഞു. അതുകൊണ്ടാണ് 35 സീറ്റുമായിട്ട് നിങ്ങൾ നിയമസഭയിൽ ഇരിക്കുന്നത് എന്ന് മാത്രം ഓർക്കുക. ഇനി ഒരു കാര്യം കൂടി പറയട്ടെ. എന്നാൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ അവസാനിച്ചു എന്ന് ചിലർ കരുതുന്നുണ്ട് എന്നും വലതുപക്ഷ കേന്ദ്രങ്ങളിലെ മതിമറന്നുള്ള ഈ സന്തോഷത്തിൽ യാതൊരു കാര്യവുമില്ല എന്നും ഇതാ തുറന്നടിക്കുകയാണ് പ്രതിപക്ഷ നേതാവായിട്ടുള്ള പിണറായി വിജയൻ. ഇത്രയും നാൾ എവിടെയായിരുന്നു ഈ മഹാന്റെ നാവ് എന്ന് ചോദിക്കേണ്ടി. എന്തുകൊണ്ട് ജനങ്ങൾ തങ്ങളെ മാറ്റി നിർത്തി എന്ന കാര്യം മുന്നണി വിശദമായി പരിശോധിച്ചു വരികയാണെന്നാണ് പിണറായിയുടെ വാദം. തെരഞ്ഞെടുപ്പ് പരാജയം അംഗീകരിക്കുന്നുവെന്നും ജനവിധി മാനിച്ചുകൊണ്ട് ക്രിയാത്മക പ്രതിപക്ഷമായി LDF പ്രവർത്തിക്കുമെന്നും ഒക്കെ അദ്ദേഹം പറഞ്ഞ വാക്കുകൾ മറന്നുപോയോ സഖാവെ എന്ന് ചോദിക്കേണ്ടിയിരിക്കുന്നു. ഈ ബാക്കിയുള്ള നിങ്ങളുടെ നേതാക്കൾ നടത്തുന്ന ഇത്തരത്തിലുള്ള അന്തം കമ്മി ക്യാപ്സ്യൂളുകളൊക്കെ മടക്കി പോക്കറ്റിലാക്കാൻ പറയും. അതുകൂടി നിങ്ങൾ പറയേണ്ടതാണ്. കേരളത്തിൽ പുതിയ ഭരണമാറ്റം നടന്ന സാഹചര്യത്തെക്കുറിച്ച് LDF ഇതോടെ തീർന്നു എന്ന് കരുതുന്ന വലതുപക്ഷ കേന്ദ്രങ്ങളിൽ ഇപ്പോൾ വലിയ ആഘോഷങ്ങളാണ് നടക്കുന്നത് എന്നും എന്നാൽ അങ്ങനെ സന്തോഷിക്കേണ്ട ഒരവസ്ഥയും ഇവിടെ ഇല്ല എന്നും ഇത്തരം സന്ദർഭങ്ങൾ ഇതിനു മുൻപും ഇടതുപക്ഷത്തിന് ഉണ്ടായിട്ടുണ്ട് എന്നും ഇവിടെ എന്താണ് സംഭവിച്ചത് എന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് കൃത്യമായി ബോധ്യമുണ്ടോ എന്നും പറഞ്ഞ പിണറായി വിജയൻ, നിങ്ങൾ ഇതുകൂടി മനസ്സിലാക്കുക, നിങ്ങളെക്കുറിച്ച് ജനത്തിന് നല്ല ബോധ്യമുണ്ട് എന്നുള്ള കാര്യം. ഈ തോൽവിയുടെ യഥാർത്ഥ കാരണഭൂതൻ നിങ്ങളാണ് എന്ന് തിരിച്ചറിഞ്ഞത് ഇവിടുത്തെ സാധാരണ ജനങ്ങൾക്കപ്പുറം നിങ്ങളുടെ സഖാക്കൾ തന്നെയാണ്. കേരളത്തിലെ അങ്ങോളം ഇങ്ങോളമുള്ള ജില്ലാ മേഖലാ അടിസ്ഥാനങ്ങളിലുള്ള എല്ലാ കമ്മിറ്റികളും വളരെ കൃത്യമായി കണ്ടുപിടിച്ചിരിക്കുന്നു. പിണറായി വിജയന്റെ ശരീരഭാഷയും ഗോവിന്ദന്റെ നാവുമാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ തകർത്തത്. അതെങ്കിലും ഒന്ന് തിരിച്ചറിയും. ജനങ്ങളാണ് ജനാധിപത്യത്തിലെ അന്തിമ വിധികർത്താക്കളെന്ന് നിങ്ങൾ ഓർമ്മിക്കുക. തെരഞ്ഞെടുപ്പിൽ നിങ്ങൾക്കുണ്ടായ കുറവുകൾ കൃത്യമായി കണ്ടെത്തേണ്ടത് നിങ്ങളുടെ ആവശ്യമാണ്. അതിന്റെ ഭാഗമായിട്ട് നിങ്ങൾ തിരുത്തലുകൾ നടത്തി ജനങ്ങളുടെ ഇടയിൽ സ്വീകാര്യമായി തിരിച്ചു വരാനുള്ള സംവിധാനമാണ് ഒരുക്കേണ്ടത്. പക്ഷെ അതുണ്ടാകുന്നില്ല എന്നുള്ളതാണ്. ജനങ്ങളുടെ കൂടെ നിന്നുകൊണ്ട് മാത്രമായിരിക്കും തിരുത്തലുകൾ ഉണ്ടാക്കേണ്ടത്. LDF എന്ന് പറയപ്പെടുന്ന സംവിധാനം ശക്തമായിട്ട് രാഷ്ട്രീയത്തിലേക്ക് തിരിച്ചു വരേണ്ടത് തന്നെയാണ്. ഒരിക്കലും അത് തകർന്നു പോകരുതെന്ന് ആഗ്രഹിക്കുന്ന വലിയൊരു വിഭാഗം ഇവിടെ ഉണ്ട്. ഇപ്പോഴും പുതിയ സർക്കാരിനുള്ള പ്രതിപക്ഷത്തിന്റെ നിലപാടും ഇത്തരത്തിലാകുന്നത് ഒരിക്കലും ഭൂഷണമല്ല എന്ന് പറയപ്പെടട്ടെ. ജനങ്ങളുടെ ക്ഷേമത്തിനുതകുന്ന തരത്തിലുള്ള സർക്കാരിന്റെ എല്ലാ നല്ല പദ്ധതികളെയും പൂർണ്ണമായി പിന്തുണയ്ക്കുവാനുള്ള മനസ്സ് പ്രതിപക്ഷത്തിനുണ്ടാകണം. എന്നാൽ ജനവിരുദ്ധമായുള്ള തീരുമാനങ്ങളാണ് ഭരണപക്ഷത്ത് നിന്ന് ഉണ്ടാകുന്നത് എങ്കിൽ അതിനെതിരെ നിങ്ങൾ ശക്തമായി പ്രതികരിക്കൂ. അങ്ങനെ പ്രതികരിച്ച് ജനവിരുദ്ധമായിട്ടുള്ള തീരുമാനങ്ങൾ തിരുത്താൻ തയ്യാറെടുക്കൂ. അതിനുവേണ്ടി നിങ്ങൾ സമരം ചെയ്യൂ. അല്ലാതെ പിണറായി വിജയൻ എന്ന് പറയപ്പെടുന്ന ഒരു വ്യക്തിയിലേക്ക് ഈ പാർട്ടിയെ ചുരുക്കാൻ ശ്രമിക്കരുത്. അങ്ങനെ ചുരുക്കാൻ ശ്രമിച്ചത് കൊണ്ടാണ് ഈ പാർട്ടി ഇന്ന് ചുരുങ്ങി വീട്ടിലിരിക്കുന്നത് എന്നെങ്കിലും മനസ്സിലാക്കുക.
അതിന് കുടപിടിക്കുന്ന ചൂട്ടുപിടിക്കുന്ന ഈ CPM-നകത്തെ ആ പാർട്ടിയെക്കുറിച്ച് യാതൊരു വിവരവുമില്ലാത്ത കുറെ നേതാക്കന്മാരുണ്ടല്ലോ, അവരെങ്കിലും മനസ്സിലാക്കുക, പിണറായി എന്ന് പറയപ്പെടുന്ന ഒരു വ്യക്തി മാത്രമല്ല കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം. CPM എന്ന് പറയപ്പെടുന്ന പ്രസ്ഥാനത്തിൽ ഒരു വ്യക്തി പൂജയുടെ ആവശ്യമില്ല എന്നെങ്കിലും തിരിച്ചറിയുക. ഇല്ലെങ്കിൽ ഈ സ്തുതിപാഠകരൊക്കെ കൂടി CPM എന്ന് പറയപ്പെടുന്ന പാർട്ടിയെ ശവപ്പെട്ടിയിലാക്കി അവസാനത്തെ ആണിയും അടിക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല.